നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഒരു പണി കിട്ടിയേക്കാവുന്ന, അല്ലേ, നിങ്ങൾക്ക് എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് പണി കിട്ടിയേക്കാവുന്ന ഒരു വലിയ ബിഗ് അപ്ഡേറ്റ് നമ്മുടെ RRBയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ ആധാർ ലോക്ക് ആണെങ്കിൽ അതിനെ എങ്ങനെ അൺലോക്ക് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ RRB ഒരു നോട്ടീസ് കഴിഞ്ഞ ദിവസം 31-ാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മുടെ LP എക്സാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ അധികം ആളുകൾക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അല്ലെങ്കിൽ എക്സാമിന് പോകുന്ന സമയത്ത് അവരുടെ ആധാർ ലോക്ക് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ എക്സാം എഴുതുന്നതുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ RRB തന്നിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇതെന്ത് ചെയ്തേക്കുക, നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കാൻ കൂടി ശ്രമിക്കുക. കാരണം ഇത് ചെയ്തിട്ട് വേണം കൃത്യമായിട്ട് നിങ്ങൾ പോകാൻ. നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വേണം നമുക്ക് പോകാൻ. അവിടെ ചെന്ന്, അതായത് പരീക്ഷ ഹോളിൽ ചെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിലും നല്ലത് RRB ആണ്. കുറച്ചുകൂടി ആധികാരികമായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് എക്സാം എഴുതാതെ അവർ നമ്മളെ പുറത്തേക്ക് വിടാനായിട്ട് കാരണമായേക്കാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കാം, നിങ്ങളുടെ ആധാർ ലോക്ക് ആണോ അല്ലയോ എന്നൊന്ന് പരിശോധിച്ചേക്കാം. അപ്പോൾ ഇനി JEED എക്സാം വരുന്നുണ്ട്, ടെക്നീഷ്യൻ എക്സാം വരുന്നുണ്ട്, RPF SI പോലെയുള്ള എക്സാമുകൾ വരുന്നുണ്ട്, ദെൻ NTPC, ഗ്രൂപ്പ് ഡി, അങ്ങനെ നിരവധി എക്സാമുകൾ RRBയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം എന്ത് ചെയ്തേക്കാം, ഒന്ന് അപ്ഡേറ്റ് ആണോ അല്ലയോ, അതായത് ലോക്ക്ഡ് ആണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രൊസീജിയറാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ആധാർ ബയോമെട്രിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കുട്ടികളും അവരുടെ ആധാർ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പം അത് നമ്മുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ, CBT എക്സാമിൻ്റെ സമയത്തുണ്ടാകുന്ന ബയോമെട്രിക് വെരിഫിക്കേഷൻ സമയത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കാൻഡിഡേറ്റ്സ് ആർ ആൾസോ അഡ്വൈസ്ഡ് ടു അൺലോക്ക്. ഒന്ന് ആധാർ അപ്ഡേറ്റ് ചെയ്യണം, കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിക്കണം, ഫോട്ടോ ഉപയോഗിക്കണം. ഡീറ്റെയിൽസ് എല്ലാം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ അതിനകത്ത് ഉണ്ടാവണം. നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ ആണെങ്കിലും അത് കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആധാർ നമ്മുടെ അക്ഷയയിലൊക്കെ പോയി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനിയും ഇതിൽ ലോക്ക് ആണ് എങ്കിൽ അത് അൺലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആധാർ ചിലപ്പോൾ ലോക്ക്ഡ് ആയിരിക്കും, ആ ലോക്ക് അൺലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുക. അപ്പോൾ ഇവിടെ അക്ഷയയിലൊക്കെ പോയി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അൺലോക്ക് എങ്ങനെയാണ് അത് നമുക്ക് തന്നെ ചെയ്യാനായിട്ട് കഴിയും. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കിയിടാം. ആദ്യം നമുക്ക് എവിടെ പോകാനായിട്ട് പറ്റും, അതായത് നമ്മുടെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും. അവിടെ പോകുന്ന സമയത്ത്, അതായത് ഈ പറയുന്ന UIADI എന്ന് പറയുന്ന അവരുടെ ആ ഒരു സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് കഴിയും. ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് എന്താനായിട്ട് കഴിയും, വാട്ട് ഈസ് ദ ആധാർ ലോക്ക് ആൻഡ് അൺലോക്ക് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാനായിട്ട് കഴിയും. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇത് കിടക്കുന്ന എവിടെയാണെന്നുള്ളത് കോൺടാക്റ്റ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്ന ഭാഗത്താണ്. ഈ കോൺടാക്റ്റ് എന്ന് പറയുന്ന സപ്പോർട്ട് എന്ന് പറയുന്ന ഇത് എളുപ്പത്തിൽ എടുക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ മുകളിൽ തന്നെ നമുക്ക് കോൺടാക്റ്റ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്ന ഭാഗം കാണും. അവിടെയാണ് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് ആധാർ ലോക്ക് ആൻഡ് അൺലോക്ക് എന്ന് കിടക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഭാഗത്തേക്ക് നമ്മൾ എത്തും. ഇവിടെ നമുക്ക് ആധാർ ലോക്ക് ആണോ അൺലോക്ക് ആണോ എന്ന് അറിയാൻ പറ്റും. അതെങ്ങനെയാണ്, ഇവിടെ www.myadhar.uidai.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ സൈറ്റിലാണ് പോകേണ്ടത്, ഇതാണ് ഒഫീഷ്യൽ സൈറ്റ്. ഒന്നെങ്കിൽ ഈ സൈറ്റ് നേരിട്ട് എന്ത് ചെയ്തേക്കുക, നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അങ്ങനെ ഈ സൈറ്റിലേക്ക് നേരിട്ട് പോകാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, എടുക്കാം. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറട്ടെ, അതുകൊണ്ടാണ് ഇങ്ങനെയും കൂടെ കാണിച്ചത്. നേരിട്ട് ഈ ഒരു www.myadhar.uidai.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറി വേണമെങ്കിൽ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മൾ പോവുക. ഇങ്ങനെയാണ് നമ്മുടെ ആധാറിൻ്റെ ഒരു ഇൻ്റർഫേസ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ നമുക്ക് പ്രധാനമായിട്ടും താഴെ കാണുന്ന VID ജനറേറ്റ്, വിർച്വൽ ID ജനറേറ്റ്, അല്ലെ, വിർച്വൽ ഐഡൻറ്റിറ്റി കാർഡ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു നമ്പർ ജനറേറ്റ് ചെയ്യണം. ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ VID ജനറേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകാം. അവിടെ പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ജനറേറ്റ് VID കാണാൻ കഴിയും. ഇവിടെ നമ്മൾ എന്ത് ചെയ്തേക്കുക, നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, അതിനുശേഷം OTP സെൻഡ് ചെയ്യാനായിട്ട് പറയുക. അങ്ങനെ സെൻഡ് ചെയ്യാനായിട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു വിർച്വൽ ID എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും.
ഓക്കെ, ഒരു വിർച്വൽ ഐ ഡി ജനറേറ്റ് ചെയ്യും. ഈ വിർച്വൽ ഐ ഡി ജനറേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആധാർ ലോക്ക് ആണോ അൺലോക്ക് ആണോ എന്നുള്ള ഭാഗത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, VID ഇവിടെ ലോക്ക് ആൻഡ് അൺലോക്ക് ആധാർ ഉണ്ട്, അവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ പോകുന്നു, ഒരു വിർച്വൽ ഐ ഡി എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ വിർച്വൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരിക. അവിടെ ജനറേറ്റ് വിർച്വൽ ഐ ഡി എന്ന് കാണാൻ സാധിക്കും. അവിടെ എൻ്റർ ആധാർ നമ്പർ കൊടുക്കുക, ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, ക്യാപ്ച ഈ കാണുന്ന ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് OTP സെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള രജിസ്റ്റേർഡ് ഫോണിലേക്ക് നമുക്ക് എന്ത് വരും, ഒരു OTP വരും. ആ OTP കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഇങ്ങനെ യുവർ വിർച്വൽ ഐ ഡി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു നമ്പർ കാണും. ഈ നമ്പർ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്തേക്കാം, കോപ്പി ചെയ്തേക്കാം. അല്ലെങ്കിൽ ഈ നമ്പർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ടാവും. ക്ലിയർ ആണ്. അതിനുശേഷം എന്ത് ചെയ്യുക, നേരെ നമ്മൾ തിരികെ മുമ്പ് വന്ന ആ ഒരു ഫേസിലേക്ക് തന്നെ വരിക. അതായത് വിർച്വൽ ഐ ഡി ഇവിടുന്ന് എടുത്തു, അതിൻ്റെ തൊട്ട് സൈഡിൽ കിടക്കുന്ന ലോക്ക് ഓർ അൺലോക്ക് ആധാർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ലോക്ക് ഓർ അൺലോക്ക് ആധാറിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. ഈ ഇൻ്റർഫേസിൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു 3 സ്റ്റെപ്പിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്തേക്കുക, അതിൻ്റെ ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇവിടെ ഒന്നെങ്കിൽ ആധാർ ലോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അൺലോക്ക് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അൺലോക്ക് ആണോ ലോക്ക് ആണോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ അൺലോക്ക് ആണ് ചെയ്യേണ്ടത്. നമ്മൾ അൺലോക്കിൽ ക്ലിക്ക് ചെയ്യുക. അൺലോക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ഇവിടെ അൺലോക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണം. ഒന്ന് നമ്മുടെ വിർച്വൽ ഐ ഡി ആണ്. ആ വിർച്വൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിൽ OTP ആയിട്ട് വരും, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്തേക്കാം, കോപ്പി ചെയ്തേക്കാം. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ പറയുന്ന നമ്മുടെ ക്യാപ്ച എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വീണ്ടും OTP സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു OTP വരുന്നുണ്ടാവും. ആ OTP ഇങ്ങനെ കൊടുത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മുകളിൽ കാണും യുവർ ആധാർ നമ്പറിൻ്റെ അവസാന 4 അക്കം കാണും, ഈസ് ഓൾറെഡി അൺലോക്ക്ഡ്. അതായത് നേരത്തെ തന്നെ ഈ പറയുന്ന ആധാർ ഹോൾഡറിൻ്റെ ആധാർ അൺലോക്ക്ഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇല്ലെങ്കിൽ അൺലോക്ക് അല്ല എങ്കിൽ നിങ്ങൾക്ക് അൺലോക്ക്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണും. ഓക്കെ ആണേ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിലൂടെ എല്ലാവരും വളരെ സിമ്പിളാണ്, ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇതൊന്ന് ചെയ്തു വെച്ചേക്കാം. നമ്മുടെ സമയനഷ്ടത്തിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ഭാവിയുടെ പ്രശ്നമാണ്. നന്നായിട്ടൊക്കെ പഠിച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, ചിലപ്പം പരീക്ഷ എഴുതാനായിട്ട് കയറ്റിയാൽ തന്നെ ആ ഒരു ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോയതിന് ശേഷം നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ മടുപ്പൊക്കെ ഫീൽ ചെയ്യും, നമുക്ക് നല്ലൊരു വിഷമമൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഒന്നും ഉണ്ടാവാതെ വളരെ കൂൾ മൈൻഡായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ടൊക്കെ പറ്റണം. അപ്പോൾ എന്ത് ചെയ്തേക്കുക, ഈ ഒരു കാര്യം ചെയ്തേക്കുക. ആധാറിൽ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കുക, പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലടാ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിലോട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എന്ത് ചെയ്തേക്കാം, ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഇതുപോലെയുള്ള ഇൻഫർമേഷൻസും കൃത്യമായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. ഒപ്പം നമ്മുടെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിലവിൽ RRB NDPCയുടെ ഒരു ബാച്ച് നമ്മൾ റണ്ണിങ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ആ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങളോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.